നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യോഹന്നാന്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 34-ാം വചനത്തിൽ ഇപ്രകാരം നമ്മളോട് സംസാരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം വചനം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു പുതിയ കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോൾ കാരുണ്യവാനായ ദൈവം നമ്മളെ ഓർപ്പിക്കുകയാണ്. കർത്താവ് നമ്മളെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ അതുമൂലം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി ആയിട്ട് മാറുന്നത് എപ്പോഴാണ് എന്നാണ് കർത്താവ് ഈ തിരുവചനത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുക. നമുക്ക് പരസ്പരം സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒരു ക്രിസ്ത്യാനിയാകുന്നില്ല, യേശുവിൻ്റെ ശിഷ്യനായിട്ട് മാറുന്നില്ല. യേശുവിൻ്റെ ശിഷ്യയായിട്ട് നമ്മൾ മാറുന്നത് പരസ്പരം നമുക്ക് സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം സ്നേഹം ഇല്ലെങ്കിൽ അവിടെ ദൈവം ഇല്ല എന്നാണ് ബൈബിള് നമ്മളെ ഓർപ്പിക്കുക. കാരണം ബൈബിള് പറയുകയാണ്, ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണെങ്കിൽ സ്നേഹം ഇല്ലാത്തടത്ത്, വെറുപ്പ് ഉള്ളിടത്ത്, വിരോധമുള്ളിടത്ത്, ശത്രുതയുള്ളിടത്ത് അവിടെ ദൈവത്തിന് വസിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവം അവിടെ ഉണ്ടായിരിക്കുകയില്ല. എവിടെയൊക്കെ സ്നേഹമില്ലായ്മയുണ്ട്, വെറുപ്പുണ്ട്, അവിടെയൊന്നും ദൈവത്തിന് വസിക്കാനായിട്ട് സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ആരോടെങ്കിലും നമുക്ക് വെറുപ്പുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തിയോട് നമുക്ക് വെറുപ്പുണ്ടെങ്കിൽ അതോടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കാര്യം നമ്മുടെ പേര് ക്രിസ്ത്യാനി എന്ന പേരായിരിക്കും. ക്രിസ്ത്യാനികളുടെ പേരായിരിക്കും നമുക്കുള്ള പേര്. എന്നാൽ മനസ്സിലാക്കുക, ആ ക്രിസ്ത്യാനി എന്ന പേര് നമുക്കുണ്ടെങ്കിലും നമ്മൾ ക്രിസ്ത്യാനി ആയിരിക്കുകയില്ല. കാരണം ക്രിസ്തു ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് ഞാനും നിങ്ങളും മാറുകയാണ് എപ്പോഴും നമ്മളിൽ സ്നേഹം അസ്തമിക്കുന്നുവോ. ആരോടെങ്കിലും നമുക്ക് സ്നേഹം അസ്തമിച്ച, ചിലരോട് സ്നേഹമുണ്ട്, ചിലരോട് സ്നേഹമില്ല. നമുക്ക് ആരോടെങ്കിലും സ്നേഹമില്ലായ്മയുണ്ടെങ്കിൽ ആ സ്നേഹമില്ലായ്മ മൂലം നമ്മൾ ക്രിസ്ത്യാനി അല്ലാതായി മാറുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ മാറുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തിൽ ഒരു വ്യക്തിയോടും വെറുപ്പ് വച്ച് പുലർത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം ആര് തൻ്റെ ഹൃദയത്തിൽ വെറുപ്പ് വച്ച് പുലർത്തുന്നുവോ, വിരോധം വച്ച് പുലർത്തുന്നുവോ, വെറുപ്പും വിരോധവും വച്ച് പുലർത്തുന്ന ആ വ്യക്തിയിൽ നിന്ന് ദൈവം അകന്നു പോകുന്നു,
ക്രിസ്തു അകന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സ്നേഹത്തിലാണ് ദൈവം. സ്നേഹമുള്ളിടത്ത് മാത്രമേ ദൈവത്തിന് വസിക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയം സ്നേഹത്തിൽ നിറഞ്ഞ് ഇരിക്കണം എന്ന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ ആരോടെങ്കിലും വെറുപ്പിലോ വിരോധത്തിലോ കോപത്തിലോ നമ്മളായിരിക്കുമ്പം നമ്മളിൽ ദൈവമല്ല, ദൈവമില്ലാത്തടത്തേക്ക് വരുന്ന മറ്റൊരു ശക്തിയുണ്ട്. ആ ശക്തിയായിരിക്കും നമ്മളിലേക്ക് വരിക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ ഇങ്ങനെയാണ് വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരമാണ് എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇതാ കർത്താവ് അപ്പസ്തോലിലൂടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ കർത്താവ് പറയാണ് കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. നമ്മുടെ കോപം നീണ്ടുപോയാൽ, സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോയാൽ, അതായത് ഒരു ദിവസം തീരുന്നതിന് മുമ്പ് എന്ത് തീരണം? നമ്മുടെ കോപം മാറണം. നമ്മൾ അനുരഞ്ജനപ്പെടണം, സ്നേഹിതരായിട്ട് മാറണം. സ്നേഹിതരല്ലാത്ത അവസ്ഥയിൽ ഒരു ദിവസം പോലും അസ്തമിക്കാൻ ഇടയാകരുത് എന്നാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെ നമ്മളിൽ കോപം നിലനിന്നാൽ നമ്മൾ ആർക്ക് അവസരം കൊടുക്കും? പിശാചിന് അവസരം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഒരു പരാജയം നേരിടുന്നതിൻ്റെ പിന്നിലെ കാരണം ആരോടെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ള കോപമാണ്. ആ കോപം നമ്മളിൽ നിന്നും വിട്ടുപോകുന്നില്ലെങ്കിൽ ആ കോപത്തിൽ നമ്മൾ നശിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അതുകൊണ്ട് കോപത്തിൽ നമ്മൾ നശിക്കാതിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുക. കാരണം കോപം നമ്മളിൽ നിലനിന്നാൽ ആ കോപം നമ്മളെ പാപത്തിലേക്ക് നയിക്കും. കോപം നമ്മളെ പിശാചിന് അവസരം കൊടുക്കും. ആ കോപം നമ്മളെ പാപത്തിലേക്ക് നയിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യരുതെന്ന് ആഗ്രഹിച്ച അതേ തിന്മയിൽ തന്നെ നമ്മുടെ ഉള്ളിൽ കോപമുണ്ടെങ്കിൽ, ക്ഷമിക്കാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ അതേ തിന്മയിലേക്ക് തന്നെ കൊണ്ടുവന്ന് എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഞാൻ ഓർക്കുകയാണ്, ഏതാനും കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് ഈ കണ്ണൂർ സൈഡിലുള്ള ഒരു ഇടവകയിൽ പോകാനായിട്ടിടയായി. അവിടെ ചെന്നപ്പോഴേക്കും ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ കരഞ്ഞുകൊണ്ട് വന്നു. അയാൾ പറഞ്ഞു, അച്ഛാ, ഞാൻ ഇപ്പോൾ മദ്യപാനത്തിന് അടിമയാണ്. മദ്യപിക്കരുതെന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. പക്ഷേ ഞാൻ മദ്യപാനത്തിന് അടിമയായി തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ജീവിക്കുക. എനിക്കിതിനകത്തുനിന്ന് മോചനം വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് മോചനം കിട്ടണില്ല. ആ സഹോദരൻ ഇപ്രകാരം എന്നോട് പറയുകയാണ്, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെറുപ്പത്തിൽ വളർന്നു വന്നത് എൻ്റെ പിതാവിൻ്റെ അതിശക്തമായ
മദ്യപാനം കണ്ടാണ് ഞാൻ വളർന്നത്. മദ്യപിച്ച് കുടുംബത്തിലേക്ക് വരുന്ന പിതാവ്, അമ്മയെയും ഞങ്ങൾ 4 കുട്ടികളെയും അതികഠിനമായിട്ട് ദ്രോഹിക്കുന്ന പിതാവ്. അതുകൊണ്ട് അപ്പൻ വീട്ടിലേക്ക് വരുന്നു എന്ന് അകലെ നിന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഞങ്ങൾ അയൽപക്കങ്ങളിൽ പോയി അഭയം തേടി. അതുമല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിന് ചുവട്ടിൽ പോയി ഒളിച്ചിരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ചെറുപ്പകാലം കഴിച്ചു കൂട്ടിയത്. ഞങ്ങളുടെ പിതാവ് ഏറെ നാൾ ജീവിച്ചില്ല. മദ്യപാനം മൂലം പെട്ടെന്ന് രോഗിയായി അദ്ദേഹം മരിക്കാനായിട്ടിടയായി. എൻ്റെ പിതാവ് മരിച്ചപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ദുഃഖമല്ല ഉണ്ടായിരുന്നത്, മറിച്ച് ഒരാശ്വാസമാണ് ഉണ്ടായത്. അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ പഠനം നിർത്തി. കുടുംബം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെ ചുമലിലായി. ഞാൻ പണിക്ക് പോകാൻ തുടങ്ങി. കഠിനമായിട്ട് ജോലി ചെയ്യും. നാട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും ഞാൻ പ്രിയങ്കരനായി. എന്നെ എല്ലാവരും വളരെ നന്നായിട്ട് സഹായിക്കുമായിരുന്നു. അങ്ങനെ സമൂഹത്തിൻ്റെ അംഗീകാരവും സ്നേഹവും എന്നെ വലുതാകാൻ ഇടയാക്കി. ഞാനൊരു മാതൃകാ പുരുഷനായിട്ട് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടാനിടയായി. ഞാൻ കഠിനാധ്വാനം ചെയ്ത് കുടുംബം പുലർത്തി. എൻ്റെ സഹോദരിമാർക്കെല്ലാം അവരുടെ വിവാഹം എല്ലാം നടത്തി. നല്ല നിലയിൽ അവരെല്ലാം വിവാഹം ചെയ്ത് അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാട്ടുകാർക്കെല്ലാം എന്നെക്കുറിച്ച് അഭിമാനമായി. എൻ്റെ അമ്മയ്ക്ക് അതിലേറെ അഭിമാനം എന്നെക്കുറിച്ച്. അങ്ങനെ ഞാൻ ജീവിക്കുകയാണ്. ആ സമയത്താണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ കൂടെ വിവാഹം ചെയ്യണം. അങ്ങനെയൊരു നല്ല പെൺകുട്ടിയെ ഒരു നല്ല കുടുംബത്തിൽ നിന്ന് ഞാൻ വിവാഹം ചെയ്യാനിടയായി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. വിവാഹ ജീവിതത്തിൽ എനിക്ക് പലപ്പോഴും എൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാണ്ട് വന്നു. മനസ്സിൽ അസ്വസ്ഥതകൾ നിറയാൻ തുടങ്ങി. പല ദിവസവും എൻ്റെ ഉറക്കം നഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ സഹോദരൻ പറഞ്ഞു, അങ്ങനെ ഞാൻ ചെറുതായിട്ട് ഒന്ന് മദ്യപിക്കാനായിട്ട് ഞാൻ ആരംഭിച്ചു. ഇപ്പോൾ ഞാൻ അതികഠിനമായ മദ്യപാനത്തിന് അടിമയാണ്. എനിക്ക് മദ്യപാനത്തിൽ നിന്ന് മോചനം വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് മോചനം കിട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ആ സഹോദരൻ പറഞ്ഞു, ഇപ്പം മദ്യപിക്കുക മാത്രമല്ല, മദ്യപാനം കൂടി വരുമ്പം ഞാൻ എൻ്റെ ഭാര്യയെ തല്ലും. ഭാര്യ മാത്രമല്ല, ചിലപ്പോൾ ദേഷ്യം അധികമാകുമ്പം ബോധമില്ലാതെ വന്ന് ഞാൻ എൻ്റെ അമ്മയെയും ചില ദിവസങ്ങളിൽ തല്ലിയിട്ടുണ്ട്. എനിക്കറിയാം ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന്. തെറ്റിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് എൻ്റെ തെറ്റ് നിയന്ത്രിക്കാൻ പറ്റണില്ല. മദ്യപാനം ഉപേക്ഷിക്കാൻ പറ്റണില്ല. ഞാൻ ഇന്ന് അതിൻ്റെ ബന്ധനത്തിലാണ് ഞാൻ കഴിയുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഈ മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പം എൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നത് അവൻ്റെ പിതാവാണ്. ഞാൻ ചോദിച്ചു, നിന്റെ പിതാവ് എൻ്റെ മുമ്പിൽ ഉയർന്നു നിൽപ്പുണ്ട്, നിന്റെ പിതാവിനോട് നീ ക്ഷമിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ഒരാൾ അതെൻ്റെ പിതാവാണ്. അത്രമാത്രം വലിയ ക്രൂരതയാണ് എൻ്റെ പിതാവ് എൻ്റെ അമ്മയോടും ഞങ്ങളോടും കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക്
എൻ്റെ അപ്പനോട് ക്ഷമിക്കാൻ കഴിയല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. തകർന്നടിഞ്ഞു പോയ കുടുംബത്തിൽ ദൈവം തന്നെ കരുണ ചൊരിഞ്ഞ് ആ മകനെ ഉപകരണമായിട്ട് തെരഞ്ഞെടുത്ത് അവനിലൂടെ ആ കുടുംബത്തെ കർത്താവ് ഉയർത്തിക്കൊണ്ടുവന്നു. അവന് പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള സാമർഥ്യം ദൈവം കൊടുത്തു. അപ്പോഴെല്ലാം ദൈവം ഇവനോട് ആവർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമാണ് അവൻ്റെ പിതാവിനോട് ക്ഷമിക്കണം എന്നുള്ളത്. അവൻ്റെ അമ്മയും സഹോദരിമാരെല്ലാം അവൻ്റെ പിതാവിൻ്റെ മരണ ദിവസം ദേവാലയത്തിൽ പോയി ബലിയിൽ പങ്കെടുത്ത് കുഴിമാടത്തിങ്കൽ പോയി ഒഫീഷ്യലി പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായി. എന്നാൽ അവൻ്റെ അപ്പൻ മരിച്ചിട്ട് ഒരിക്കൽ പോലും അവൻ പിതാവിൻ്റെ കുഴിമാടം സന്ദർശിച്ചിട്ടില്ല. തൻ്റെ പിതാവിന് വേണ്ടി ഒരു പ്രാർത്ഥന പോലും ചൊല്ലിയിട്ടില്ല. അത്രമാത്രം കഠിനമായ വെറുപ്പാണ് തൻ്റെ പിതാവിനോട് അവനുണ്ടായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥന ഇതായിരുന്നു, ജീവിതത്തിൽ ഒരിക്കലും എന്നെ ഒരു മദ്യപാനി ആക്കരുതേ എന്നതായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഞാൻ പ്രാർത്ഥിച്ച അതേ വിഷയത്തിൽ തന്നെ ഞാൻ തെറ്റുകാരനായി തീർന്നു. അതിൽ നിന്ന് മോചനം നേടാൻ പറ്റാത്തവനായിട്ട് ഞാൻ മാറി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ മകന് ഈ ബന്ധനത്തിൽ തളച്ചിട്ടത് ആരാണ്? എന്താണ്? അവന് തൻ്റെ പിതാവിനോട് ക്ഷമിക്കാൻ കഴിയാത്ത ആ പാപമാണ് അവനെ ആ തെറ്റിൽ തളച്ചിടാൻ ഇടയാക്കിയ കാരണം. ഇതാ നമ്മളിപ്പോൾ കണ്ട തിരുവചനം പറയാണ്, കോപിക്കാം, എന്നാൽ നിങ്ങളുടെ കോപത്തിൽ സൂര്യൻ അസ്തമിക്കരുത്, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. നമ്മൾ ആരോടെങ്കിലും ക്ഷമിക്കാതെ ഒരു വ്യക്തിയോട് നമ്മുടെ മനസ്സിൽ വെറുപ്പ് വെച്ചോണ്ടിരുന്നാൽ, ആരോടെങ്കിലും നമ്മൾ വെറുപ്പ് വെച്ചുകൊണ്ടിരുന്നാൽ അത് രഹസ്യത്തിലായിരിക്കും. വെറുപ്പ് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ തിരിച്ചറിയണം, നിന്റെ വെറുപ്പ് നിന്നെ സാത്താന് അവസരം കൊടുക്കും. നീ സാത്താനെ ക്ഷണിച്ചു വരുത്തുകയാണ്. നിന്റെ ജീവിതത്തിൽ നിനക്ക് നീ ചെയ്യരുതെന്ന് ആഗ്രഹിച്ച അതേ തെറ്റുകളിലേക്ക് തന്നെ നീ മടങ്ങിപ്പോകാനായിട്ട് ഇടയാകും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിൽ 14, 15 തിരുവചനങ്ങളിൽ തിരുവചനം ഇപ്രകാരം നമ്മളെ ഓർപ്പിക്കുകയാണ്: എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരിക്കല് ഒരു സഹോദരനെ ഞാൻ കാണാനായിട്ട് ഇടയായി. അദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. ആ പരിശ്രമത്തിനിടയിലാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ ഇടയായതും അദ്ദേഹമായിട്ട് സംസാരിക്കാൻ ഇടയായതും ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ഇടയായത്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഞാൻ ഈ സഹോദരനെ സഹായിച്ച് സംസാരിക്കുമ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കുക. ഈ സഹോദരൻ വൈദിക ജീവിതം ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ വൈദിക ജീവിതം ഉപേക്ഷിച്ച് കുറേ നാൾ ഒരു അൽമായനായിട്ട് ജീവിച്ചു? അതിനുശേഷം ആത്മഹത്യക്ക് പരിശ്രമിക്കുമ്പോഴാണ് എൻ്റെ അരികിൽ ഈ സഹോദരൻ കാണപ്പെടാനായിട്ടിടയായത്. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകാൻ കാരണം മറ്റൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരനുമായിട്ട് സംസാരിച്ചപ്പം ഒരു കാര്യം എനിക്ക് മനസ്സിലായി. വൈദികനായിരിക്കെ വൈദിക ജീവിതത്തിൻ്റെ ഇടയിൽ അനേകം സ്ത്രീകളുമായിട്ട് ഈ വൈദികന് പാപകരമായ ബന്ധങ്ങളുണ്ടായി. ഒരു സ്ത്രീയായിട്ട് അടുക്കും, സ്നേഹത്തിലാകും. ആ സ്നേഹം ചിലപ്പോൾ ശാരീരിക ബന്ധത്തിലേക്ക് വരും. അതോടെ മനസ്സിൽ കുറ്റബോധമായി ആ സഹോദരിയിൽ നിന്ന് ഓടി അകലും, ആ പാപത്തിൽ നിന്ന് അകലുമെന്ന് ആഗ്രഹിക്കും. അങ്ങനെ അകന്ന് നന്നായിട്ട് കുറച്ച് നാൾ ജീവിക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും വേറെ ഏതെങ്കിലും ഒരു സഹോദരിയുമായിട്ടുള്ള അടുപ്പമാകും. ആ അടുപ്പം അവരുമായിട്ടുള്ള പാപത്തിൽ വീഴും. അത് അവിടെ നിന്നും ഓടി അകലും. പിന്നീട് വീണ്ടും വേറൊരു സ്ത്രീയുമായിട്ടുള്ള അടുപ്പമാകും. അവിടെയും പാപത്തിൽ ചെന്ന് വീഴും. ഇങ്ങനെ പല സ്ത്രീകളുമായി പലതവണ തെറ്റിൽ വീഴാനിടയായി. ഇവിടെയൊന്നും മോചനം നേടാനായിട്ട് കഴിയണില്ല. ഈ തെറ്റിങ്ങനെ നിരന്തരമായിട്ട് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരു സെമിനാരിക്കാരനായി വൈദിക ജീവിതത്തിന് വേണ്ടി പരിശീലനം നേടുമ്പം ഈ മനുഷ്യൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹം വിശുദ്ധിയുള്ള, നന്മയുള്ള, ഒരു വ്യക്തിയെയും ദ്രോഹിക്കാത്ത, ആരോടും മോശമായി പെരുമാറാത്ത, ദ്രോഹിക്കാത്ത ഒരു നല്ല വൈദികനാകണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും വൈദികനായിരിക്കുകയില്ല എന്ന് തീരുമാനിച്ചുറച്ച് വൈദികനായ ഒരു നല്ല വൈദികനായിരുന്നു ഈ സഹോദരൻ. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പം ഇത് ഒരു വലിയ വിഷയമായിട്ട് അവൻ്റെ ജീവിതത്തിൽ മാറി. വിശുദ്ധി പാലിക്കാൻ പറ്റുന്നില്ല എന്നത് അവൻ്റെ ജീവിതത്തിലെ വലിയ പരാജയമായി. അതുകൊണ്ട് അവൻ തീരുമാനിച്ചു. അവനിങ്ങനെയാണ് പറഞ്ഞത്: അങ്കിയിട്ട് ഞാൻ പാപം ചെയ്യുന്നതിനേക്കാൾ നല്ലത് പാപം ചെയ്യുന്നെങ്കിൽ അങ്കിയിടാതെ പാപം ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് വൈദിക ജീവിതം ഉപേക്ഷിച്ചത്. അങ്ങനെ ആ വൈദിക ജീവിതം ഉപേക്ഷിച്ചിട്ട് നിരാശനായിട്ട് നടന്ന കാലത്ത് ആ നിരാശ അവനെ വൈദിക ജീവിതം ഉപേക്ഷിച്ചതോടെ എല്ലാ മനുഷ്യരും വെറുക്കാനിടയായി. പിന്നീട് ഈ പറഞ്ഞ പാപത്തിൽ വീണിട്ടില്ലെങ്കിലും ജീവിതം, ലോകം മുഴുവൻ അവനെ വെറുക്കുന്നതായിട്ട് അവന് തോന്നി. അതുകൊണ്ട് ജീവിക്കാനുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു, മരിക്കാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ മനുഷ്യന്റെ ജീവിതത്തിലെ അടിസ്ഥാന പ്രശ്നം? അടിസ്ഥാന പ്രശ്നം മറ്റൊന്നുമല്ല. ഈ മനുഷ്യൻ ഒരു വൈദികനായി നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കെ ആ രൂപതയിലെ മെത്രാനച്ചൻ ഈ വൈദികന്റെ നല്ല ശുശ്രൂഷകളെ മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കാതെ ചില വിഷയങ്ങളിൽ കുറ്റപ്പെടുത്താനിടയായി. അത് മറ്റു ചില വ്യക്തികളുടെ ദുരുദ്ദേശപരമായ ഇടപെടലുകളിലൂടെയാണ് മെത്രാൻ ഈ വൈദികനെ തെറ്റിദ്ധരിക്കാൻ ഇടയായത്. എന്നാൽ ആ തെറ്റിദ്ധാരണ, അനാവശ്യമായുള്ള തെറ്റിദ്ധാരണയുടെ പേരിൽ മെത്രാനോട് മനസ്സിൽ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത ഒരു മുറിവായി, കോപമായി, വെറുപ്പായി അത് ഈ സഹോദരന്റെ ഉള്ളിൽ അങ്ങ് നിറഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വെറുപ്പ് നിലനിന്ന സ്ഥലത്ത്
അവിടെ പിശാച് പ്രവേശിക്കാനിടയായി. ഇപ്പൊ വെറുപ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും നമ്മളെ തകർച്ചയിലേക്ക് നയിക്കും. അവിടെ പിശാച് കടന്നു വരും. പിന്നീട് ഈ നല്ല വൈദികൻ എന്ന പേര് നേടിയ ഈ വൈദികന്റെ ജീവിതത്തിലൂടെ രഹസ്യമായിട്ടാണെങ്കിലും പല സ്ത്രീകൾക്കും മോശമായ അനുഭവം ഉണ്ടായി. പല സ്ത്രീകളും അവരെ കടന്നാക്രമിച്ചതല്ല, മറിച്ച് അവർ തന്നെ ഈ വൈദികനെ പ്രലോഭിപ്പിച്ചതാകാം. അങ്ങനെയൊക്കെ തെറ്റുകളിൽ വീഴാനിടയായി. പ്രിയപ്പെട്ടവരെ, ഈ തെറ്റുകളെ അതിജീവിക്കാൻ, ചെയ്യരുതെന്ന് ആഗ്രഹിച്ച തെറ്റിനെ അതിജീവിക്കാൻ കഴിയാത്തവണ്ണം വലിയൊരു ബന്ധനത്തിൽ ഈ മകൻ വീഴാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളെ തകർച്ചയിലേക്ക് എത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പാപമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ തകർച്ചയിലേക്ക് നമ്മളെ നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വെറുപ്പ് എന്ന നമ്മുടെ പാപമാണ്. ഏതൊരു പാപത്തേക്കാൾ ക്രൂരമായ ദുരന്തമാണ് വെറുപ്പ് എന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ ഏൽപ്പിക്കുക. ഒരു നല്ല മനസാക്ഷി ഉണ്ടായിരുന്ന, നല്ല ജീവിതം നയിച്ച ഒരു വൈദികന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയോട് തോന്നിയ വെറുപ്പിൻ്റെ അംശം ആ മകനെ എത്ര അധികമായിട്ട് തകർത്ത് ഇല്ലാതെയാക്കാൻ ഇടയാക്കി. ഇതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പിശാച് പ്രവേശിച്ചാൽ ഉള്ള അവസ്ഥ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വചനം അവിടെ നോക്കുക. അവിടെ തിരുവചനം ഇപ്രകാരമാണ് പറയുക: ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും ആ ജീവൻ സമൃദ്ധിയിൽ നൽകാനും അത്രേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തിരുവചനം പറയാണ്, കള്ളൻ വരുന്നത് കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനും വേണ്ടിയാണ്. ആര് വരുന്നത്? കള്ളൻ. കള്ളൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കള്ളൻ എന്ന് പറഞ്ഞാൽ പിശാചാണ്. പിശാച് വരുന്നത് കൊല്ലാനും മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടിയാണ്. അപ്പൊ ഇവിടെ പിശാചിന്റെ പ്രവൃത്തി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 3 സ്റ്റെപ്പുകളായിട്ടാണ് പിശാച് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? മോഷണം. ഒന്നാമത്തെ സ്റ്റെപ്പ് മോഷണമാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് കൊല്ലുകയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് പൂർണ്ണമായി നശിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഇന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ പലരും മോഷ്ടിക്കപ്പെട്ടവരാണ്. നമുക്ക് ദൈവം തന്ന പലതും പിശാച് നമ്മളിൽ നിന്ന് മോഷ്ടിച്ച് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നമ്മുടെ സമാധാനം പിശാച് മോഷ്ടിച്ചിട്ടുണ്ട്. മറ്റു ചിലരുടെ ആരോഗ്യം പിശാച് മോഷ്ടിച്ചു. ഇന്ന് നമ്മൾ രോഗിയായിട്ട് മാറിയിരിക്കുക. വേറെ ചിലരുടെ കുടുംബജീവിതം പിശാച് മോഷ്ടിച്ചു, കുടുംബജീവിതം തകർന്നു പോയി. വേറെ ചിലരുടെ ബിസിനസ് പിശാച് മോഷ്ടിച്ചു, അവനത് കവർന്നെടുത്തു. അതിനകത്തുനിന്ന് പുറത്തു വരാൻ നമുക്കിപ്പോൾ കഴിയണില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 മറ്റു ചിലരുടെ ജോലി പിശാച് മോഷ്ടിച്ചു, ജോലി നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ജോലിക്ക് വേണ്ടി എത്ര അന്വേഷിച്ചിട്ടും മറ്റൊരു ജോലി കിട്ടണില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വേറെ ചിലരുടെ ബിസിനസ് പിശാച് താൻ മോഷ്ടിച്ചോണ്ട് പോയി, നഷ്ടപ്പെട്ടു. പിന്നീട് എത്ര ശ്രമിച്ചിട്ടും ആ ബിസിനസ്
പുനരാരംഭിക്കാൻ പറ്റിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ സാത്താനാൽ മോഷ്ടിക്കപ്പെട്ടവരാണ് നമ്മളിൽ അധികം പേരും. നമ്മളിൽ അധികം പേരും സാത്താനാൽ മോഷ്ടിക്കപ്പെട്ടവരാണ്. എങ്ങനെയാണ് ഈ മോഷണം നമ്മളിൽ സംഭവിച്ചത്? സാത്താൻ എങ്ങനെയാണ് നമ്മളെ മോഷ്ടിക്കാൻ ഇടയായത്? നമുക്ക് ആരോടെങ്കിലും നേരിയതാണെങ്കിലും വെറുപ്പ് നമ്മുടെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. ഒരു ഇഷ്ടക്കുറവ് നമ്മുടെ ആരോടെങ്കിലും നമുക്ക് കിടപ്പുണ്ട്. ആ ഇഷ്ടക്കുറവിലൂടെയാണ്, ആ വെറുപ്പിലൂടെയാണ്, ആ സംശയത്തിലൂടെയാണ് പിശാച് നമ്മളെ മോഷ്ടിക്കാനിടയായത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 മോഷണം അത് അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു വരുമ്പം എന്തായിട്ട് മാറും? അത് മരണമായിട്ട് മാറും. മോഷണം നമ്മളിൽ മരണമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് നമ്മളെ മരണത്തിലേക്ക് നയിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 മരണം അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ശരീരത്തിലെ മരണം മാത്രമല്ല, ആത്മാവിൻ്റെ നാശവും അവൻ സംഭവിപ്പിക്കും. നമ്മളെ നരകത്തിൻ്റെ അഗ്നിയിലേക്ക് കൊണ്ടുവന്ന് ആഴ്ത്താതെ പിശാച് വിട്ടുപോകിയല്ല. അതുവരെ അവൻ നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ്? നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ചവരെ അവരോട് ക്ഷമിക്കുക, നിരുപാധികം ക്ഷമിക്കുക, അവരുമായിട്ട് രമ്യപ്പെടുക. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മറ്റെന്ത് കാര്യവും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരും, എന്നാൽ ക്ഷമിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. ക്ഷമിക്കാൻ പറ്റണില്ല എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അതിൽ പ്രത്യേകിച്ച് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ നന്മ മാത്രം അവർക്ക് ചെയ്തിട്ട്, നന്മ ചെയ്ത ചിലര് നമ്മളെ ദ്രോഹിക്കാനായിട്ടിടയായി, വഞ്ചിക്കാനായിട്ടിടയായി. നമ്മൾ ആത്മാർത്ഥത കാണിച്ച വ്യക്തികൾ നമ്മളോട് ആത്മാർത്ഥതയില്ലാതെ പെരുമാറാനിടയായി. അങ്ങനെയുള്ള വ്യക്തികളോട് ക്ഷമിക്കാനാണ് നമുക്ക് വളരെ ബുദ്ധിമുട്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 എബ്രായ ലേഖനം 12-ാം അധ്യായം 15-ാം വചനം കൂടെ ഞാൻ നിങ്ങളോട് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്താണ്? ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ അപ്പാടെ നമ്മളിൽ നിന്ന് എടുത്തു കളയുന്ന ഒരു മേഖലയാണ് വിദ്വേഷത്തിന്റെ മേഖല. വിദ്വേഷത്തിന്റെ വേര് നമ്മുടെ നാട്ടിലെ മരങ്ങൾ നോക്കിയാൽ പല മരത്തിൻ്റെയും വേര് നമുക്ക് കാണാൻ പറ്റത്തില്ല. വേരെവിടെയാണ്? ഭൂമിക്കടിയിലാണ്. ഭൂമിക്കടിയിലാണ് വേര്. അങ്ങനെ ആ വേര് നമുക്ക് കാണാൻ പറ്റില്ല.
നമ്മളും വേര് കാണിക്കാത്ത വ്യക്തികളാണ് നമ്മൾ. നമ്മുടെ വെറുപ്പിൻ്റെ വേര് ഈ ലോകത്തിൽ മറ്റാരും കണ്ടിട്ടില്ല. നമ്മുടെ ഹൃദയമല്ലാതെ, നമ്മുടെ മനസ്സല്ലാതെ മറ്റാരും നമ്മുടെ വെറുപ്പിൻ്റെ വേരുകൾ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ എല്ലാവരുടെയും തന്നെ ഹൃദയത്തിൽ കുറെ വെറുപ്പിന്റെ വേരുകൾ കിടപ്പുണ്ട്. ആ വെറുപ്പിന്റെ വേര് വളർന്ന് നമ്മളിൽ ഉപദ്രവം ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ആര്യവേപ്പ് എന്ന് പറഞ്ഞ ഒരു മരമുണ്ട്. ആര്യവേപ്പ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. കാരണം ആര്യവേപ്പ് മഴ ധാരാളം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ വളരുക. മഴ വളരെ കുറവ് മാത്രം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ വളരുന്ന ഒരു വൃക്ഷമാണ് ആര്യവേപ്പ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആര്യവേപ്പ് സുലഭമായിട്ട് നമുക്ക് കാണാൻ പറ്റിയല്ല. ചില സ്ഥലങ്ങളിൽ കാണും. എന്നാൽ മഴ കുറവുള്ള ആന്ധ്രാപ്രദേശിലോ തമിഴ്നാട്ടിലോ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലോ ഒക്കെ നിങ്ങൾ ചെന്നാൽ അവിടെ പച്ച പിടിച്ച് നിൽക്കുന്ന ഒരേ ഒരു വൃക്ഷം ആര്യവേപ്പാണ്. ഏത് വരൾച്ചയുടെ കാലത്തും ഈ ആര്യവേപ്പ് പച്ച പിടിച്ച് നിൽക്കും. ഈ ആര്യവേപ്പിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആര്യവേപ്പ് അതിൻ്റെ വേരുകൾ പച്ച പിടിച്ച് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ എന്തുമാത്രം വലിപ്പത്തിൽ നിൽക്കുന്നോ അതിലേറെ വേരുകൾ ഭൂമിക്കടിയിലേക്ക് നീണ്ടു പോയിട്ടുണ്ട്. ആര്യവേപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആര്യവേപ്പിൻ്റെ വേര് അത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അത് നീണ്ടു പോയി എവിടെ ജലമുണ്ട്, അല്പമെങ്കിലും ജലാംശമുണ്ട്, ആ ജലാംശമുള്ള സ്ഥലത്തേക്ക് നീണ്ടു പോകും. അങ്ങനെ വേരുകളാൽ സമൃദ്ധമായ ആര്യവേപ്പ് അത് ഏത് വരൾച്ചയിലും വാടാതെ നിൽക്കും. അത് കാലങ്ങളോളം അങ്ങനെ ആര്യവേപ്പ് നിൽക്കും. സാധാരണ കാറ്റിലും സാധാരണ ഉണ്ടാകുന്ന മഴയിലൊന്നും ആര്യവേപ്പ് മറിഞ്ഞു വീഴും. കാരണം അതിൻ്റെ വേര് അത്ര ശക്തമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലൊക്കെ പ്രവേശിക്കുന്ന വെറുപ്പും വിദ്വേഷവും ഏതാണ്ട് ഇതുപോലെയാണ്. ആഴത്തിൽ നീണ്ടു കിടക്കുക വെറുപ്പിൻ്റെ വേര്. ആ വേര് അറുത്ത് കളയാതെ നമ്മൾ പിശാചിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസം നമ്മൾ തീരുമാനം എടുക്കണം. എൻ്റെ വെറുപ്പിൻ്റെ വേരുകൾ അറുത്ത് കളയണം. എനിക്ക് രക്ഷ കിട്ടണം. ഞാൻ രക്ഷിക്കപ്പെടണമെങ്കിൽ വെറുപ്പിൻ്റെ മേഖലയിൽ നിന്ന് ഞാൻ മോചിതയാകണം എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനം എടുക്കണം. ഇന്ന് നമ്മൾ ഈ ചൊവ്വാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിലെ വെറുപ്പിൻ്റെ വേരുകൾ അറുത്ത് കളയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. വെറുപ്പിൻ്റെ വേര് അറുക്കറ്റാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. മനുഷ്യ ഹൃദയങ്ങളിലെ വെറുപ്പിൻ്റെ വേര് അറുത്ത് കളയാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് യേശു ഇപ്രകാരമാണ് നമ്മളെ പഠിപ്പിച്ചത്. ലൂക്കാസ് സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനം നോക്കുക. അവിടെ യേശു ഇങ്ങനെ പറയുകയാണ്: എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുന്നു, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ.
വെറുപ്പിൻ്റെ വേര് അകറ്റാനായിട്ടുള്ള ഒരേ ഒരു മാർഗം ഇതാണ്: ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. വലതുകരം ഉയർത്തി. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കാരുണ്യവാനായ ദൈവമേ, കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളിലുള്ള വെറുപ്പിന്റെ വേരുകളെ അറുത്ത് കളയണമേ, വിദ്വേഷത്തിന്റെ വേര് ഞങ്ങളിൽ നീക്കിക്കളയണമേ, ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ, ഞങ്ങളെ വേദനിപ്പിച്ചവരെ അനുഗ്രഹിക്കുവാൻ കൃപ തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെറുപ്പിന്റെ ബന്ധനത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, വെറുപ്പിന്റെ കെട്ടുകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൃപ തരണമേ, അവരെ അനുഗ്രഹിക്കാൻ കൃപ തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തിലുണ്ടായിരുന്ന ചൊറിച്ചില്, പലരുടെയും ശരീരത്തിലെ ചൊറിച്ചില് കർത്താവ് എടുത്തു മാറ്റിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ചൊറിച്ചില് മാറിയവരൊന്ന് കൈ ഉയർത്താവോ? ഇപ്പം നിങ്ങളുടെ ശരീരത്തിലെ ചൊറിച്ചില് കുറഞ്ഞിട്ടുണ്ട്. അത് മാറിയവരൊന്ന് കൈ ഉയർത്താവോ? ഇതാ ഒരു മകള് കൈ ഉയർത്തുന്നുണ്ട്. ഒരാളല്ല, പലർക്ക് ഈ സൗഖ്യം കിട്ടിയിട്ടുണ്ട്. സൗഖ്യം കിട്ടിയവരെല്ലാം ഒന്ന് കൈവെക്കാവോ? ഒരു സഹോദരി ഉണ്ട്, അതുകൂടാതെ അനേകരുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ മുട്ടുകുത്തി കാരുണ്യവാനായ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയാണ്. ആരാധന, ആരാധന, ആയിരം ആരാധന, 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 ആത്മാവിലാരാധന, ആരാധന, ആരാധന, ആയിരം ആരാധന, 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 ആത്മാവിലാരാധന. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവികാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവികാരുണ്യത്തിന്